വിളിച്ചില്ല. മുകേഷൻ നായർക്ക് കൊമ്പുണ്ടോ എന്തുകൊണ്ട് മുകേഷൻ നായരെ വിളിച്ചു ഈ വീഡിയോ ചെയ്യാനും? അതുകൊണ്ട് അവർ കേസ് കൊടുത്തു. കൊമ്പുണ്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ചേട്ടനെ കൂടെ അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പോഴും. അല്ല, ചേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പുള്ളിയെ എനിക്ക് 1 year ആയിട്ട് അറിയാം. പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു വീഡിയോസ് അങ്ങനെ ചെയ്യാൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പുള്ളി അത്രയും കംഫർട്ടാണ്. ഒരു പെൺകുട്ടികളോട് പോലും അങ്ങനെ സംസാരിക്കാറില്ല അധികം. ഒരു മോഡൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അന്ന് ഞങ്ങൾ 20 മോഡൽസ് ഉണ്ട്. 20-ലധികം മോഡൽസ് ഒന്നും ഉണ്ടായിരുന്നു. മനസ്സിലാണ് മോഡൽസിനെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അതിൽ വരുന്നവരുടെ വീട്ട് അഡ്രസ്സോ അവരുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ ഒന്നും മേടിച്ചു നോക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം പക്ഷേ പുള്ളിക്കാരിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് പുള്ളി അല്ലേ? അതെ, എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വന്നത്. പിന്നെ അവരെനിക്ക് തോന്നുന്നു ഓൾറെഡി ആ കുട്ടിയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മളെ യൂസ് ചെയ്തെന്നാണ്. കാരണം പുള്ളിക്കാരി മിസ് കോയമ്പത്തൂർ എന്നൊക്കെ കണ്ടാ പറഞ്ഞത് അല്ലേ? അപ്പൊ അത് മിസ് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് അവരുടെ. അല്ല, മിസ് എന്ന് പറയുമ്പോൾ എന്താണ്? 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് അല്ലേ? മിസ് അല്ലെങ്കിൽ ടീനാണ്. കല്യാണം കഴിയാത്തവരെയല്ല, 18 വയസ്സിന് മുകളിലുള്ള ഫാഷൻ ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ് പറയുന്നത്. മിസ് എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിൽ. മിസ്സസ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞവര്. ടീൻ എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ളവർ. അതാണ് അങ്ങനെ ഒരു ഇതാണ് പോകുന്നത്. അപ്പം എല്ലാവരുടെയും പ്രൊഫൈൽ നോക്കിയാണ് നമ്മൾ മോഡൽസിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആ കുട്ടി അങ്ങനത്തെ ഷോസും കാര്യങ്ങളും ഫോട്ടോഷൂട്ട്സും എല്ലാം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഓൾറെഡി അലവായിട്ട് നിൽക്കുവാണ്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടല്ല പുള്ളിക്കാരി നമ്മളാരും ഫോഴ്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചല്ല. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തു. അവരുടെ ഇഷ്ടമാണ് അവിടെ നിൽക്കണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഷി ഹാവ് ടു ലീവ് ഫ്രം ദർ. അല്ല, അങ്ങനെ ഒരുപാട് പേര് അങ്ങോട്ട് ഇറങ്ങി ഓടി എന്നൊക്കെ അവള് പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ പോകണമായിരുന്നു അവരുടെ കൂടെ. അല്ലാതെ എല്ലാത്തിലും ലീഡ് ചെയ്യാൻ നിന്നിട്ട് ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് കംപ്ലീറ്റ് ഷൂട്ടിങ് കഴിഞ്ഞ് ഒരു പ്രോബ്ലം ഇല്ല. കുറച്ച് എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പുള്ളിക്കാരിയായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. പുള്ളി ഇടയ്ക്കൊരു ട്രാജഡി വന്നപ്പോൾ കണക്റ്റിങ് ചെയ്തിരുന്നു. എന്നിട്ട് പോലും പുള്ളി അത് ഡീൽ ചെയ്തു. അല്ല കേട്ടോ, ഇങ്ങനെ സംസാരം വരാം. ഞാനിങ്ങനെ പുള്ളി എന്നെ കൊണ്ട് നടക്കുന്നത് ഇതിന് വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അല്ല കേട്ടോ, സത്യസന്ധത ആയതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേസ് കൊടുക്കണം. കുട്ടിയുടെ അമ്മയ്ക്ക് അറിയില്ലേ? ആ അമ്മയാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് മോൾക്ക് അങ്ങനെ ഒരു മാനഭംഗം പെട്ടിട്ടുണ്ടെങ്കിൽ ആ അമ്മ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ കേസ് കൊടുക്കണം. 2 മാസം അല്ല, ഇങ്ങനെ അമ്മയായിരിക്കണം ആദ്യത്തെ പ്രതി ആകേണ്ടത്. ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുപോയി സത്യം പറഞ്ഞ പാരന്റ്സ് തന്നെയാണ് മക്കളെ അല്ലേ ചേട്ടാ? പാരന്റ്സ് തന്നെയാണ് മക്കളെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിക്കുക. അങ്ങനെ ഇങ്ങനെ അവർക്ക് ഫേമസ് ആണ് വേണ്ടത്. അപ്പം ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് നടത്തുന്ന എനിക്ക് എത്രയോ അമ്മമാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, തുണി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫേമസ് ആകുക. ഇങ്ങനെയുള്ള അമ്മമാരോട് നമ്മൾ എന്ത് പറയാനാണ്? നമ്മൾ കോസ്റ്റ്യൂം കൊടുത്താൽ അമ്മമാരാണ് വലിച്ചു ദൂരെ എറിയുന്നത്. ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന അല്ലേ അമ്മ? അല്ലേ ചേട്ടാ? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഇൻസിഡന്റോട് കൂടി എനിക്ക് നിയമത്തോടുള്ള ബഹുമാനം ഭയങ്കരമായിട്ട് കൂടി. കാരണം നിയമം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതി എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നെങ്കിൽ എന്താവുന്നത് എൻ്റെ അവസ്ഥ? കോടതി പ്രൈമാ ഫേസ് തന്നെ എന്നെ ഫാൾസ്ലി അലീഗഡ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കുട്ടിയുടെ ആൾക്കാരോ കുട്ടിയോ പരാതി കൊടുക്കാൻ ഇത്രയും വൈകി? മൂന്നാമത്തെ ചോദ്യം, ഇത്രയും പ്രൊഫഷണലായിട്ട് കണ്ടക്ട് ചെയ്ത ഇത് കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല? അതല്ല, വേറൊരു കാര്യമുണ്ട്. കുട്ടിയുടെ പാരന്റ്സ് അല്ല ഈ പരാതി കൊടുത്തിരിക്കുന്നത്. കുട്ടിയുടെ പാരന്റ്സിന് ഈ ഒരു പ്രശ്നം അറിയില്ല. പക്ഷെ ഇവരുടെ സംസാരിച്ച് ഈ ബ്ലോഗറാണ് ഈ കുട്ടിയെ കൊണ്ട് പരാതി കൊടുക്കാൻ നിർബന്ധിച്ചിരിക്കുന്നത്.